രമേഷ് പിഷാരടി, രമേഷ് ചെന്നിത്തല എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണല്ലോടെ. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ തന്നെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. പിഷാരടി ഇപ്പോ നല്ല 8ന്റെ പണി വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്തായാലും കേരളം ഭരിക്കാൻ വന്ന ടീംസ് ഉണ്ടല്ലോ, അടിപൊളി ടീംസ് ആണ്. അൻസിബയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ്. എന്നാൽ അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കണം കേട്ടോ. കേട്ടോളൂ, കേട്ട് രസിച്ചോളൂ. ഇതാണ് നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ നടന്ന അത്ഭുതങ്ങൾ. സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും എഫ്ഐആർ ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? ഒരു ആഭ്യന്തര മന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു കോമഡി വേറെ പറഞ്ഞേക്കാം, രമേശന്മാരുടെ കോമഡിയാണ്. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പൊ ഭയങ്കരമായിട്ട് തൂഫാനും കാര്യങ്ങളൊക്കെ അടിച്ച് മിന്നിച്ച് കുറെ ആളുകൾ അറസ്റ്റ് ചെയ്തല്ലോ അല്ലെ. എത്ര 10,000-കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്തു, എത്ര ആള് ജയിലിൽ കിടക്കുന്നുണ്ട്. പിടിച്ച ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പിഴ ഈടാക്കി അവരങ്ങ് തിരിച്ചു വിട്ടിരിക്കുക. ഇനി അവരെ പിടിക്കും, വീണ്ടും ഒരു പിഴ അടച്ച് അവർ മുന്നോട്ട് പോകുന്നുള്ളതാണ്. വൈകുന്നേരത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് അത്ര ആളുകൾ വന്ന് ജാമ്യത്തിലെടുത്ത് പോകുന്നത്. അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന അളവ് കുറവായിട്ടാണെന്നുള്ളതാണ്. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എല്ലാം PR വർക്കാണെന്നുള്ളത്. ഇതേപോലെ തന്നെ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആളുകളെ പിടിച്ചിരുന്നു. കണക്ക് വേണമെങ്കിൽ ഗൂഗിൾ അടിച്ചാൽ കിട്ടും കേട്ടോ. ഞാനതിവിടെ കൊണ്ടുവന്നിട്ടില്ല. അടുത്തത് MLA ആയിട്ടുള്ള ഉമാ തോമസ് മാമുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ മാമുമായിട്ട് സംസാരിച്ചു. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് നീതി കിട്ടുന്നത് കോടതിയിൽ പോകുമ്പോൾ മാത്രമാണ്. കോടതിയിൽ മാത്രം വിശ്വസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഒരു പൗരന് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ചപ്പോ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാണ്? നമുക്ക് ഡയറക്റ്റ് കോടതിയിൽ പോയിട്ട് പരാതി കൊടുത്താൽ പോരെ, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ? എനിക്ക് മനസ്സിലാവണില്ല അത്. ഉമ്മച്ചേച്ചിയും ബിന്ദു ചേച്ചിയൊക്കെ ഉറങ്ങാണ്. എൻ്റെ പൊന്നു ചാച്ചി, അവർക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് വെച്ചിട്ടാണ്. ഗ്യാസിന് വില കൂടിയതിനെ ഗ്യാസ് ഏറ്റിട്ട് സമരം ചെയ്യാനുള്ളതാണ്. എൻ്റെ പൊന്നൻസിബ നേരിട്ട് കോടതി പോവാണ് ഏറ്റവും നല്ലത്. ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത്. നോണേഷന്റെ ടീമല്ലോ, രമേശന്മാര് ഭരിക്കല്ലേ, ഭരിക്കട്ടെ അവരങ്ങട്ട്. റിപ്പോർട്ടിൽ പറയുന്നത് ടിനി ടോം അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ജിഹാദി എന്നും ഒരു വ്യക്തിക്ക് ഡബിൾ ഡാഡി സിൻഡ്രം ആണെന്നും ആ വ്യക്തിക്ക് മറ്റുള്ള പലരുമായിട്ടും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് കാണാനാണോ പോലീസ് ഇവിടെ ഇരിക്കുന്നത്? അത് തമാശയാണെന്ന് എങ്ങനെയാണ് പോലീസുകാർക്ക് പറയാൻ പറ്റുന്നത്? അപ്പൊ സിറ്റി പോലീസ് കമ്മീഷണർ അത് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതാണോ നീതി എന്ന് എനിക്ക് അറിയില്ല. ഇത് നീതി അല്ല, അനീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലടോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്തിനാണ് നിങ്ങൾ പോലീസുകാരിരിക്കുന്നത്? മധ്യസ്ഥ വഹിക്കാനാ? ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടലുകൾ ഏത് രീതിയിലാണ് നടത്തേണ്ടിയിരുന്നത്? കൃത്യമായിട്ട് തെളിവല്ലേ, ഒരാൾ ഇത് കണ്ടു എന്ന് കേട്ടു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത്? ഇപ്പൊ നിരന്തരമായിട്ട് ഈ പെൺകുട്ടിക്കെതിരെ BJP-ക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അമ്പലത്തിൽ നിന്ന് 1 കോടി രൂപയുടെ അടുത്താണ് സംഭാവന വാങ്ങാനുള്ള പണി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇപ്പൊ ഈ പെൺകുട്ടി ആരായി? ഈ പെൺകുട്ടിയെ ഇപ്പോ ലക്ഷ്മിപ്രിയ പറഞ്ഞ പോലെ ആക്കിയില്ലേ നിങ്ങൾ? ജിഹാദി എന്ന് വിളിക്കുന്ന രീതിയിൽ പച്ചക്ക് വിളിച്ചു പറയാണ് ഒരുപാട് സംഗീത ചാനലുകൾ. അത് ജനൻ TV മാത്രമല്ല കേട്ടോ, ഒരുപാട് ചാനൽസ് നിരന്തരമായിട്ട് പെൺകുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഘികൾക്കും ഉണ്ടല്ലോ കുറച്ച് ഇൻഫ്ലുവാണങ്ങൾ, അവർ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കാണണം നിങ്ങൾ. ഇതിപ്പോ ഒരു മുസ്ലിം പയ്യൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? കഥ അങ്ങ് മാറിപ്പോവില്ലേ? അൻസിബ ആയതുകൊണ്ട് അൻസിബക്ക് നീതിയില്ല. കൊള്ളാം. റിഹേഴ്സൽ ക്യാമ്പില് ടിനി ടോം ചേട്ടൻ അശ്ലീലമായ ചീത്ത, അറയ്ക്കുന്ന ചീത്ത, അത് കൈ മുഷ്ടി ചുട്ടിക്കൊണ്ട് അവർ അടിക്കുന്ന. ഞാനാണ് നീല ചേച്ചിയെ ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ചത്. 2 നടന്മാരും ടിനി ചേട്ടനെ പിടിച്ചു വലിക്കുകയായിരുന്നു. ഇത് നീല ചേച്ചി വളരെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്വേത ചേച്ചിയോട് പറഞ്ഞപ്പോ ശ്വേത ചേച്ചി എന്താ പറയുക, അശ്ലീലത്തിന് ഇതാണ് അശ്ലീലം, അതിന് വിമൺ കാർഡ് ഇറക്കുന്ന ശ്വേത ചേച്ചി എന്തുകൊണ്ട് നീല ചേച്ചിക്കും അൻസുബയെ പോലെയുള്ള സ്ത്രീക്കും ഒരു സപ്പോർട്ട് കൊടുക്കാതെ ടിനി ടോമിന് എന്തിനാണ് സപ്പോർട്ട് കൊടുത്തത്? അത് പല പ്രാവശ്യം നീല ചേച്ചി ട്രോമയിൽ പോയിട്ടുണ്ട്. എന്റെ പൊന്നെ, ഈ ശ്വേതാമേനൻ തനി സംഖ്യയാണെന്ന രീതിയിലാട്ടോ കാര്യങ്ങൾ നീങ്ങുന്നത്. ശ്വേതാമേനൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സംഖ്യകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെന്ത് ഊളത്തരമാണടാ? സിനിമാ ലോകത്ത് നടന്ന ഒരു വിഷയമാണ് അല്ലേ? അത് അതിൻ്റെ ഉള്ളിൽ തീർക്കേണ്ട ഒരു കാര്യത്തിന് ഒരു കാര്യമില്ല. അത് ലക്ഷ്മിപ്രിയയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടിയത്. ആശ എന്ന് പറയുന്ന തൃപ്പൂണിത്തറയിലുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട്, ഒരു ഫേക്ക്, പറയുന്നില്ല, അവരുടെ വാക്ക് കേട്ടിട്ട് അനാവശ്യമായിട്ട് ഓരോ ഊളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഈ രീതിയിലേക്ക് ലക്ഷ്മിപ്രിയ പോലെ ആക്കിയെടുത്ത് എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഇനി രമേഷ് പിഷാരടി, രമേശേട്ടന്മാരുടെ ഒരു അവസ്ഥ ഒന്ന് കേൾപ്പിച്ചു തരാട്ടാ.
കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്ട് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ഏട്ടാ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് രമേശ് ഏട്ടൻ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അൻസിബ മാപ്പ് എഴുതി കൊടുക്കണമെന്ന്. ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, ഇനി ഇതിനെ പറ്റി സംസാരിക്കണ്ടെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര, ഇനി പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്കാ പട്ടണോ? എന്റെ പൊന്നെ, രമേശ് പിഷാരടി കോൺഗ്രസ്സുകാരുടെ വില അങ്ങ് കറക്റ്റ് കാണിച്ചു തന്നല്ലോ. കൊള്ളാം രമേശ് ഏട്ടാ, കൊള്ളാം. കഴിഞ്ഞിട്ടില്ല. ഇനി വീണെടുത്ത് കിടന്ന് ഉരുള്ളത് കൂടി കാണിച്ചു തരാം. ജീവിതമല്ലേ കേട്ടോ, പോട്ടിരാ മക്കളെ എല്ലാവരും കേട്ടോ. ഓഹ്, മുഖത്തുനിന്ന് ഇങ്ങനെ ഒലിക്കുകയാണ്. നാണക്കേട് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ വാക്കിനും കൗണ്ടർ അടിക്കുന്ന സമയത്ത് ആലോചിക്കണമായത്. തിരിച്ചും ലൈഫിൽ കൗണ്ടറുകൾ ഓരോന്ന് വരും എന്നുള്ളത്. എന്തായാലും നല്ല സ്ഥലത്ത് പോയിട്ടാ പെട്ടിട്ടുള്ളത്. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിലെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറ്റകള്. ഇത്ര നുണകളാ പറഞ്ഞിട്ടുള്ളത്. ഈ നുണകളൊക്കെ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിൽ കുടുങ്ങി കിടക്കുക എന്നുള്ളതാണ്. ഇനി എന്തായാലും ശ്വേത ചേച്ചിയെ വിളിച്ചിട്ട് രമേശ് ചേട്ടൻ പറഞ്ഞ വാക്കുകൾ കേൾക്കണ്ടേ? ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. കേൾക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. അല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി കിട്ടിയിരുന്നു, വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ, ശരി. എന്നാ ഒരു ഡബിൾ മീനിങ് ഒക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടാ. കേരളം ഭരിക്കുന്ന UDF നല്ല അഭിമാനകരമായ നിമിഷമാണ് ഇപ്പോൾ. ആഭ്യന്തര വകുപ്പ് അടിപൊളി ആളുടെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത്. മന്ത്രി വിളിച്ചിട്ട് പോലും പോലീസുകാർ കേസെടുക്കുന്നില്ല. പോലീസുകാർക്ക് പോലും ഒരു വിലയില്ല എന്നുള്ളതാണ്. പിന്നെ പാലക്കാടുകാർക്ക് തെറ്റി പറ്റിയോ എന്ന് അവരൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല ആളെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ. ഇങ്ങനെ കുറെ മണകുണാഞ്ചന്മാര്. VD സതീശൻ പണ്ട് പറഞ്ഞ വാക്കുണ്ട്, എന്ത് വലിയ പൊട്ടന്മാരാണ് ഈ മന്ത്രിസഭയിൽ. ഞങ്ങൾക്ക് അതന്നെ ചോദിക്കാനുള്ളത്. നീതി തേടി അവിടെ വന്നു കഴിഞ്ഞ് എന്ത് തേങ്ങയോട് കിട്ടുക. വീണ്ടും വരാൻ കേട്ടോ പുതിയ അപ്ഡേഷൻ ആയിട്ട്. അതൊരു സന്ദീപ് പടപ്പാൾ സൈനിങ് ഓഫ്.